പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? ഞാൻ നാസർ നൂറുദ്ദീൻ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഉള്ളത് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രോജക്റ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലുള്ള സൈറ്റിലാണ് ഞാനുള്ളത്. സുഹൃത്തുക്കളെന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങൾ മാറി മാറി വരും. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ആ വലിയൊരു പ്രതിസന്ധി പലരും വളരെ പ്രയാസത്തിലേക്ക്, നഷ്ടത്തിലേക്ക് കലാശിച്ചെങ്കിൽ, എന്നാൽ ചുരുക്കം ചില ആൾക്കാർ അതൊരു അവസരമായി കണ്ടു എന്നുള്ളതാണ്. അതൊരവസരമായി കണ്ടിട്ട് പുതിയ പല ബിസിനസ്സുകളും പുതിയ പല പ്രൊജക്റ്റുകളും അവർ ആ കൊറോണ കാലഘട്ടത്തിൽ പോലും അവരതിന് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. എനിക്ക് തന്നെ അറിയാം, ധാരാളം ആ രീതിയിൽ ഡെവലപ്പായി വന്ന പല ബിസിനസ്സുകാരെയും പേഴ്സണലായിട്ട് വ്യക്തിപരമായ പല പ്രൊജക്റ്റുകൾ ചെയ്ത മറ്റു ചിലരൊക്കെ എനിക്കറിയാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ പലരും ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇനി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇവിടെ പകച്ചു നിൽക്കലും അസ്വസ്ഥതപ്പെടലും നിരാശപ്പെടലും അല്ല വേണ്ടത് സുഹൃത്തുക്കളെ. ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ പോലും എങ്ങനെ ഒരു അവസരമായി നമുക്ക് ഉപയോഗപ്പെടുത്താം? നിലവിലുള്ള സാഹചര്യത്തിൽ നിരന്തരമായ വാർത്തകളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്ക്, പാചകവാതകങ്ങൾക്ക്, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്കരകാപ്പും ആശങ്കകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ യാഥാർത്ഥ്യങ്ങളായിരിക്കാം, ഇല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് അതിനെ മറികടക്കണമല്ലോ. അതല്ലാതെ കണ്ടിട്ട് നമ്മളിങ്ങനെ നിരന്തരമായ നെഗറ്റീവ് കമൻറ്റുകളും അസ്വസ്ഥതകളുമായും ഗവൺമെൻറ്റിനെയും രാജ്യത്തെയും എല്ലാം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കിതിനെ മറികടന്ന് വരണ്ടേ? അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഇത്രയുള്ള സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ചുറ്റുപാടിനും അനുകൂലമാക്കി അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങണം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ, മറ്റെന്ത് ആക്ടിവിറ്റീസുകളാവട്ടെ, അത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു അല്പം പോലും മടിയോ അലസതയോ കാണിക്കാതെ കൊണ്ട് ഊർജ്ജസ്വലതയോടു കൂടി അതിലെന്താവുക, നിങ്ങൾ ആക്റ്റീവായിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിരന്തരമായി സാഹചര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് അവസ്ഥയിലേക്കാണ്, ഏത് സാഹചര്യങ്ങളിലേക്കാണ് ലോകത്തിൻ്റെ ഗതി, നമ്മുടെ നാടിൻ്റെ ഗതി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ എനിക്കെന്താണ് റോളുള്ളത് എന്ന് നിരന്തരമായി അവലോകനം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പുതിയ ചില ഇൻസൈറ്റുകൾ, പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കാനും അതിലൂടെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും കഴിയും സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക, നടപ്പാക്കുക, അത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായി കമ്പനി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിലൊക്കെ വലിയ ഉദാഹരണങ്ങളാണ് നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളുമായി ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു. പ്രിയരെ, റിയൽ എസ്റ്റേറ്റ് കമ്പനി പാലക്കാട് ജില്ലയിൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് സംവിധാനത്തിലൂടെ ചന്ദന കൃഷി വളരെ വിജയകരമായി തന്നെ ശാസ്ത്രീയമായും സുരക്ഷിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ പങ്കാളിയാകുവാനും താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുമല്ലോ. താങ്ക് യു.